ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സാക്ഷാൽ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചാണ്. കേരളത്തിലെ സകല വികസന പ്രവർത്തനങ്ങളും സ്വപ്നം കണ്ട അതേ ഉമ്മൻചാണ്ടി സാർ. ഈ വീഡിയോ കാണുന്ന ഇടതുപക്ഷ അനുഭാവികളായ ആളുകൾ സ്കിപ്പ് ചെയ്തു പോകേണ്ടതില്ല. അവർക്ക് അവസാനം വരെ ഈ വീഡിയോ കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുന്ന കോൺഗ്രസ് പ്രവർത്തകർ, ഉമ്മൻചാണ്ടി ഭക്തർ, അവരും ഈ വീഡിയോ അവസാനം വരെ കാണേണ്ടതാണ്. നമുക്ക് ഒന്ന് സങ്കല്പിച്ചു നോക്കാം. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറാണ് കേരള മുഖ്യമന്ത്രി എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ 100% ഉറപ്പിച്ചു പറയുന്നു, കേരളയിൽ അഥവാ സിൽവർ ലൈനിന്റെ ഉദ്ഘാടനം തന്നെ ഉമ്മൻചാണ്ടി സാർ നടത്തിയിട്ടുണ്ടാവുമെന്ന്. എങ്ങനെയാണെന്നൊന്നും നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. ഉത്തരം വളരെ ലളിതമാണ്. തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഒരു ചതുപ്പ് പ്രദേശത്ത് ഒരു 2 ഏക്കർ സ്ഥലം അങ്ങ് അക്വയർ ചെയ്യുക. അവിടെ 1 കിലോമീറ്റർ നീളത്തിൽ ഒരു ട്രാക്ക് വളച്ചോ നീളത്തിലോ അങ്ങ് ഉറപ്പിക്കുക. തുടർന്ന് കൊച്ചി മെട്രോ റെയിലിന്റെ ഒരു എഞ്ചിനും 2 ബോഗിയും അവിടെ കൊണ്ടുവന്ന് പെയിന്റ് അടിച്ച് അതിന് മുകളിൽ കേരളയിൽ എന്നോ സിൽവർ ലൈൻ എന്നോ മനോധർമ്മം അനുസരിച്ച് എഴുതുക. തുടർന്ന് സാക്ഷാൽ ഉമ്മൻചാണ്ടി സാർ അതിനു മുന്നിൽ നിന്ന് ഒരു പച്ചക്കൊടി വീശും, ഒരു ശിലാസ്ഥാപനവും നടത്തും. സിൽവർ ലൈനിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. സിൽവർ ലൈൻ ഓടി തുടങ്ങിയോ എന്ന് ചോദിക്കരുത്. 2015 തന്നെ വിഴിഞ്ഞത്ത് കപ്പലടുപ്പിച്ച മഹാനാണ് ഉമ്മൻചാണ്ടി സാർ. മുട്ടത്തെ റെയിൽവേ യാർഡിൽ മെട്രോ റെയിൽ ഓടിച്ച ആളാണ് ഉമ്മൻചാണ്ടി സാർ. മരുന്നടിക്കാനും ആംബുലൻസ് ആവശ്യത്തിനുമൊക്കെ ഉപയോഗിക്കുന്ന ഗാർണിയർ വിമാനം ഒരു ചതുപ്പ് വയലിൽ, മട്ടന്നൂരിന് സമീപത്തുള്ള ഒരു ചതുപ്പ് വയലിൽ കൊണ്ടുവന്ന് ഇറക്കി കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്ത മഹാനാണ് ഉമ്മൻചാണ്ടി സാർ. അതേ മട്ടന്നൂരുകാർക്ക് തന്നെ അറിയാം, മട്ടന്നൂർ എയർപോർട്ടിൽ നിന്നും അത്രയധികം ദൂരെയൊന്നുമല്ലാതെ ഒരു കവാടം ഉദ്ഘാടനം ചെയ്ത് ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ഉദ്ഘാടനം നടത്തിയ ആളാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ. അത് അവസാന നിമിഷം നടത്തിയോ എന്നറിയില്ല. ശിലാഫലകം അവിടെ ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ സകല പ്രവർത്തനങ്ങളുടെയും, സകല കാര്യത്തിന്റെയും, സകല വികസന കാര്യങ്ങളുടെയും, നടക്കാതെ പോകുന്നതും ഭാവിയിൽ നടക്കാൻ പോകുന്നതുമായ സകല കാര്യങ്ങളുടെയും എയർ കേരള എന്നെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സർക്കാർ 1000 വർഷമോ 2000 വർഷമോ കഴിഞ്ഞ് ഒരു എയർ ഡ്രോൺ സർവീസ് ആരംഭിക്കാം എന്ന് കേരളത്തിൽ തീരുമാനിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം എയർ കേരള സ്വപ്നം കണ്ട ഉമ്മൻചാണ്ടി സാറിലായിരിക്കും. അങ്ങനെ ഉമ്മൻചാണ്ടി സാറില്ലാതെ കേരളത്തിൽ ഇനി ഭാവിയുമില്ല, ഭൂതവുമില്ല. എന്നെങ്കിലും നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം പൊളിച്ചു കെട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും അവസാനത്തെ കല്ലിൽ എന്തായാലും മലയാളികൾ വായിക്കേണ്ടി വരും, ശിലാസ്ഥാപനം ശ്രീ ഉമ്മൻചാണ്ടി. നന്ദി, നമസ്കാരം. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇത് ഉമ്മൻചാണ്ടി സാറാണ്.